ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരു എഗ് പഫ്സാണ്. ബേക്കറീസിലൊക്കെ കിട്ടുന്ന അതേ സ്വാദിലുള്ളൊരു എഗ് പഫ്സ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഓവൻ ഇല്ലാതെയാണ് ഈ എഗ് പഫ്സ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി 1.5 മീഡിയം സൈസ്ഡ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സ്ലൈസ് ചെയ്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്കും, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമ്മൾ ഡോ പ്രിപ്പയർ ചെയ്യാനുള്ള മൈദ, ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ എഗ്സൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് വേറെ പാനിൽ ഫില്ലിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. പാന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 8 എഗ് പഫ്സാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫില്ലിങ് ക്വാണ്ടിറ്റി കൂടുതലാക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം. അത്യാവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ക്രഷ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യാം. ഈ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും. ഈ ചിക്കൻ മസാല പൗഡറാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് മൊത്തത്തിലൊന്ന് കൊടുക്കുക. നല്ല ഒന്ന് സോട്ട് ചെയ്യാം. നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ എഗ്സൊക്കെ ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡോ പ്രിപ്പയർ ചെയ്യാനാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1.5 ഗ്ലാസ് മൈദയും ഒരു നുള്ളു ഉപ്പും ഇട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഡോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ഡോ. നമുക്കിനി ഇത് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു 8 എഗ് പഫ്സ് ആയതുകൊണ്ട് ഒരു 8 ബോൾസ് ആയിട്ട് ഞാൻ മാറ്റി വെക്കണം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള എഗ് പഫ്സാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. നിങ്ങൾക്കിനി വേറെ ഷേപ്പ്, അതായത് സർക്കിൾ ഷേപ്പിൽ, ട്രയാങ്കിൾ ഷേപ്പിൽ അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിലും ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ഫില്ലിങ്ങിൻ്റെ ഒരു കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതിൻ്റെ മിഡിലിൽ വെക്കാം. നമ്മൾ ബോയിൽ ചെയ്ത എഗ്സിൻ്റെ ഒരു എഗ്ഗിൻ്റെ ഒരു ഹാഫായിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു 1/2 പീസ് ഇതിൽ വെക്കാം. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതിനെ കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും റോൾ ചെയ്ത് ഇതേമാതിരി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എഗ് പഫ്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. നമുക്ക് ഓരോന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നും ആവശ്യമില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ കിഡ്ഡലൻ എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്.
അപ്പോൾ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വേയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എഗ് പഫ്സ് പ്രിപ്പയർ ചെയ്യാൻ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കെച്ചപ്പ് അല്ലെങ്കിൽ നല്ലൊരു പുതിന ചട്നിയാണ്. കുറേ പേര് ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ക്യാരറ്റ് ലൈമിൻ്റെത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് അറിയിച്ചിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളെല്ലാവരും എഗ് പഫ്സ് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. താങ്ക് യു.